നമുക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടല്ലോ, പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന അനുഭവം. പ്രലോഭനങ്ങൾ ഉണ്ടാകുക സാധാരണയാണ്, മനുഷ്യനെന്ന നിലയിലുണ്ടാകാം. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. യേശു ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. കൂടെ കൊണ്ടുപോയ പത്രോസ്, യാക്കോബ്, യോഹന്നാനും സുഖമായി കിടന്നുറങ്ങുകയാണ്. യേശു രക്തം വിയർത്ത് പോകത്തക്ക മാനസിക വേദന അനുഭവിച്ച് പ്രാർത്ഥിക്കുമ്പോഴും സുഖമായി ഉറങ്ങുന്ന സ്ലീഹന്മാരുടെ അടുത്ത് യേശു വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉറങ്ങുകയാണോ? 1 മണിക്കൂർ എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ നിങ്ങൾക്കാവില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. നമുക്ക് കുറച്ച് സമയം എല്ലാം മാറ്റിവെച്ചിട്ട്, എല്ലാ അസ്വസ്ഥതകളും വേദനകളും ജോലി എല്ലാം മാറ്റിവെച്ച് കുറച്ച് സമയം ഉണർന്നിരിക്കാം. കർത്താവിനോട് കൂടെ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുള്ള സമയമാണ്. കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നു. ഹൃദയം തുറന്ന് നമുക്ക് സ്വീകരിക്കാം, സ്നേഹത്തോടെ, ഒരുക്കത്തോടെ, സന്തോഷത്തോടെ. പരിശുദ്ധനേ, ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവം ഇതാ നമ്മോട് കൂടെയായിരിക്കുന്ന ദൈവം, ശക്തനായ ദൈവം, സ്നേഹിക്കുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം, കണ്ണീരൊപ്പുന്ന ദൈവം, ആശ്വസിപ്പിക്കുന്ന ദൈവം, വിടുതൽ നൽകുന്ന ദൈവം ഇതാ നമ്മോട് കൂടെ. കർത്താവിൻ്റെ നേരെ നമുക്ക് നോക്കാം. സജീവനായ ദൈവം ഇതാ നമ്മുടെ മധ്യത്തിൽ നമ്മോടൊപ്പം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ അടുക്കൽ വരുവിൻ. യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്ന ഏതൊരു വ്യക്തിക്കും ആശ്വസിപ്പിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, വിടുതൽ നൽകുന്ന അനുഭവം കിട്ടും. യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം. അതുതന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 7:37 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശുവിൻ്റെ അടുക്കൽ ദാഹം മാറാൻ യേശുവിൻ്റെ അടുക്കൽ തന്നെ ചെല്ലണം. ജീവജലം, ആത്മാവാകുന്ന ജലം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. അപ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. എല്ലാറ്റിൽ നിന്നും പിടിവിട്ട് കർത്താവിൻ്റെ അടുക്കൽ എല്ലാം മറന്ന് നമുക്കായിരിക്കാം. നമ്മുടെ ദൈവം, സ്നേഹിക്കുന്ന ദൈവം നമ്മോടൊപ്പം. കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക്, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കാം. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എനിക്ക് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും. ആരെങ്കിലും തുറന്നു തന്നാൽ മാത്രം. നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ദൈവം വിലമതിക്കുന്നു. ദൈവം ഒരിക്കലും ബലം പ്രയോഗിച്ച് ഉള്ളിൽ പ്രവേശിക്കില്ല. നമുക്ക് അത്ര ശുദ്ധമായ മനസ്സല്ലെങ്കിലും, ഏത് സാഹചര്യത്തിലുള്ള മനസ്സായെങ്കിലും കർത്താവിന് തുറന്നു കൊടുത്താൽ പ്രവേശിക്കും. മലിനമായ ഹൃദയമാണെങ്കിലും യേശു പ്രവേശിച്ചതിനെ ശുദ്ധിയുള്ളതാക്കും. നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് യേശുവിനെ നമുക്ക് ക്ഷണിച്ചു കൊണ്ടുവരാം. വാവാ യേശുനാഥ എന്നുള്ള ഗാനത്തോട് ചേർന്ന് നമുക്കും കർത്താവിൻ്റെ നേരെ കരങ്ങൾ നീട്ടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഹൃദയം തേടിയിടും സ്നേഹമേ നീ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ക്രിസ്തു അല്ല, ഇന്നും ജീവിക്കുന്ന, എന്നേക്കും ജീവിക്കുന്ന നമ്മുടെ ദൈവം സജീവനായി അപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ നമ്മോടൊപ്പം ഇപ്പോൾ ആയിരിക്കുന്നു. ആ കർത്താവിന്
കർത്താവ് തൊട്ടാൽ മാറ്റം സംഭവിക്കും. ആ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലതുകരം കർത്താവിന്റെ നേരെ നീട്ടി വാവാ യേശുനാഥ, യേശുനാഥ, വാവാ സ്നേഹനാഥ, ആയിരം ഹൃദയം തേടിടും സ്നേഹമേ നീ, വാവാ യേശുനാഥ. കർത്താവേ, കുരുടന് കാഴ്ചയും ചെകിടന് കേൾക്കാനുള്ള ശക്തിയും തളർവാദ രോഗികൾക്ക് കാലുകൾക്ക് ബലവും നൽകിയ അങ്ങ് വേദനിക്കുന്ന, സഹിക്കുന്ന, രോഗങ്ങൾ വഹിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കാൻ കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന് ശാരീരികവും മാനസികവുമായി വേദനിക്കുന്ന എല്ലാവർക്കും ശക്തി നൽകാൻ വാവാ യേശുനാഥ, വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ആയിരം ഹൃദയം തേടിടും സ്നേഹമേ നീ, വാവാ യേശുനാഥ. വിധവയുടെ ഏകമകൻ മരിച്ചപ്പോൾ മനസ്സലിവ് തോന്നി അങ്ങ് ആയിരങ്ങൾ വിശന്ന് തൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അനുകമ്പ തോന്നി അങ്ങ് ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ കർത്താവേ. വിവിധ പ്രശ്നങ്ങളാൽ നട്ടം തിരിയുന്ന, കടബാധ്യത മൂലം വേദനിക്കുന്ന, തൊഴിലില്ലാതെ വിഷമിക്കുന്ന, വിവാഹം നടക്കാതെ കഷ്ടപ്പെടുന്ന, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കുവാൻ ഞങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. വാവാ യേശുനാഥ, വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ആയിരം ഹൃദയം തേടിടും സ്നേഹമേ നീ, വാവാ യേശുനാഥ. ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, ലോകം നൽകുന്ന സമാധാനമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനം ഞങ്ങൾക്കായി വെച്ചു നീട്ടുന്ന അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി ദാഹിക്കുന്നു. കർത്താവേ, സമാധാനം നഷ്ടപ്പെട്ട വ്യക്തികളായ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക്, സഭയിലേക്ക്, സമുദായത്തിലേക്ക്, രാജ്യത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. സമാധാനമായി, സ്നേഹമായി. വാവാ യേശുനാഥ, വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ആയിരം ഹൃദയം തേടിടും സ്നേഹമേ നീ, വാവാ യേശുനാഥ. നിരാശയിൽപ്പെട്ടവർക്ക് പ്രത്യാശ നൽകുന്നത് അവിടുന്നാണല്ലോ. കർത്താവേ, വിവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന, നിരാശപ്പെട്ടിട്ടുള്ള ഒത്തിരി പേരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വേദനിക്കുന്ന, ശാരീരികമായും മാനസികമായും വേദനിക്കുന്ന എല്ലാ മക്കളിലേക്കും അവിടുന്ന് കൃപ വർഷിക്കുന്നതിന് കടന്നു വരണമേ. വാവാ യേശുനാഥ, വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ആയിരം ഹൃദയം തേടിടും സ്നേഹമേ നീ,
കടന്നു വന്ന കർത്താവിനെ സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. കാലിത്തൊഴുത്തിലാണ് അവിടുന്ന് കടന്നു ചെന്നത്, അവിടെ ജനിച്ചതെങ്കിലും ആ കാലിത്തൊഴുത്തും തിരുക്കുടുംബമാക്കി. മലിനമായ ജീവിത സാഹചര്യങ്ങളിലാണ്, മലിനമാണ് നമ്മുടെ ഹൃദയമെങ്കിലും അതിനെ സ്വർഗമാക്കാൻ കഴിയുന്ന ദൈവം നമ്മുടെ ഉള്ളിലെത്തിയിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹത്തിൽ ആ യേശുവിനെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നമുക്ക് ഒരു ഗാനത്തിൻ്റെ ഏതാനും ഈരടികൾ ആലപിച്ചുകൊണ്ട് ആരാധിക്കാം, സ്തുതിക്കാം, അവിടത്തേക്ക് നന്ദി പറയാം. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു, ഞങ്ങൾ വാഴ്ത്തുന്നു രക്ഷക, ഞങ്ങൾ വാഴ്ത്തുന്നു. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു, ഞങ്ങൾ വാഴ്ത്തുന്നു രക്ഷക, ഞങ്ങൾ വാഴ്ത്തുന്നു. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു, ഞങ്ങൾ വാഴ്ത്തുന്നു രക്ഷക, ഞങ്ങൾ വാഴ്ത്തുന്നു. ജീവനേകും ദൈവമേ, ജീവിക്കും ദൈവത്തിൻ പുത്രനെ, നന്ദി നിറഞ്ഞ ഹൃദയമോടെ സ്വരമുയർത്തി സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു, ഞങ്ങൾ വാഴ്ത്തുന്നു രക്ഷക, ഞങ്ങൾ വാഴ്ത്തുന്നു. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു, ഞങ്ങൾ വാഴ്ത്തുന്നു രക്ഷക, ഞങ്ങൾ വാഴ്ത്തുന്നു. സങ്കീർത്തനം 23 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. ഇടയൻ കൂടെയുള്ളപ്പോൾ നമുക്കൊന്നും ഭയപ്പെടാനില്ല. ഇടയൻ്റെ തണലിൽ, ഇടയൻ്റെ സംരക്ഷണത്തിൽ നമ്മൾ സുരക്ഷിതരാണ്. മരണത്തിൻ്റെ ഇരുൾ മൂടിയ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. യേശുവേ, നല്ല ഇടയ, അവിടുത്തോടൊപ്പമായിരിക്കുന്ന ഈ സ്വർഗീയ നിമിഷത്തിൽ എല്ലാ സുരക്ഷിതത്വവും ആശ്വാസവും ശക്തിയും കൃപയും അനുഭവിക്കുന്ന ഈ നിമിഷം എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ കർത്താവേ. വലിയ കൃപ. സങ്കീർത്തനം 46:1 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് ബലമാണ്. കഷ്ടതകളിൽ അവിടുന്ന് കൂടെയുണ്ട്. എല്ലാ അഭയവും ശക്തിയും അവിടുന്നാണല്ലോ. വിലാപത്തിൻ്റെ പുസ്തകം 3:22 അവിടുന്ന് പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഓരോ ദിവസവും പുത്തൻ സ്നേഹ അനുഭവമായി കടന്നു വരുന്ന കർത്താവിനെ നമുക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ശക്തമായ ബലമാണ്. കണ്ണുനീർ താഴ്വരയിലൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിലും വേദനയുടെ സഹനത്തിൻ്റെ നിമിഷങ്ങളിലൊക്കെ കർത്താവ് കൂടെയുണ്ട്. നമ്മളൊന്നും ഭയപ്പെടേണ്ടതില്ല. ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ലോകത്തിൻ്റെ അവസാനം വരെ. ആ ഗാനത്തിൻ്റെ ഈരടി നമുക്കൊന്ന് കേട്ട് മനസ്സിൽ സ്വീകരിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം, ആ അവബോധത്തിലേക്ക് നമുക്ക് വരാം. ഞാനേറ്റം വളർന്നിടുമ്പോൾ
താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവർ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. അവസാനം വരെ കൂടെയായിരിക്കുന്ന, വേദനകളിലൂടെ കടന്നുപോയ, സഹനത്തിൻ്റെ വഴികളിലൂടെ കടന്നുപോയ അങ്ങ് കണ്ണുനീർ വാർക്കുന്ന ഞങ്ങളുടെ വേദനകൾ കൈക്കൊള്ളുമെന്ന പ്രതീക്ഷ, അത് നൽകുന്ന ആശ്വാസം എത്രയോ വലുതാണ് കർത്താവേ. കർത്താവേ, ഈ നിമിഷം ഞങ്ങളെ മുഴുവനായിട്ട് കരുണയ്ക്കായി സമർപ്പിക്കുന്നു. അവിടുത്തെ വലിയ കരുണ ഞങ്ങളിലേക്ക് വർഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. കരുണക്കൊന്ത. കരുണക്കൊന്ത നമുക്ക് ചൊല്ലുമ്പോൾ, ദൈവമേ കരുണയായിരിക്കണം, അവിടുന്ന് കരുണയായിരിക്കുന്നത് പോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണക്കൊന്ത ചൊല്ലാം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് ഈ ആദ്യത്തെ രഹസ്യം ചൊല്ലുമ്പോൾ എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും ആശുപത്രിയിലും കഴിയുന്ന എല്ലാ രോഗികളുടെയും സൗഖ്യത്തിന് വേണ്ടി നമുക്ക് കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റം വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകണമേ.
ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകണമേ. അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകണമേ. അടുത്തത് കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രത്യേകിച്ച് ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ നേരെയാകുന്നതിന് വേണ്ടി, ദമ്പതിമാർ സ്നേഹത്തിലും യോജിപ്പിലും ആകുന്നതിന് വേണ്ടി, അങ്ങനെ കുടുംബം സമൂഹത്തിൻ്റെ അടിത്തറ അത് തകരാതിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി
ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. അടുത്ത രഹസ്യം നമുക്ക് ചൊല്ലുമ്പോൾ എല്ലാ മരിച്ച വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കരുണയായിരിക്കണമേ എന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ ഓർക്കാം. പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്ത്
പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പ്രിയമുള്ളവരെ, അടുത്ത രഹസ്യം നമ്മൾ ചൊല്ലുമ്പോൾ തൊഴിൽ, മറ്റ് കൃഷി, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളിൽ പരാജയപ്പെട്ട് സാമ്പത്തികമായി ബാധ്യതയും ഒക്കെയുള്ള, കടബാധ്യതയുള്ള, സാമ്പത്തികമായി ഞെരുങ്ങുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി നമുക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണയ്ക്ക് വേണ്ടി. നിത്യപിതാവേ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. അടുത്ത രഹസ്യം നമ്മൾ ചൊല്ലുമ്പോൾ ഏകസ്ഥരായിട്ടുള്ളവർ, അവിവാഹിതരായി ജീവിക്കുന്ന ആളുകൾ, പ്രായമായ മാതാപിതാക്കൾ, വിധവകൾ എന്നിവരെയൊക്കെ നമുക്ക് സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് നിത്യപിതാവേ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റവും വാത്സല്യമുള്ള പുത്രനുമായ
ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ
ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു നിമിഷം നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളെ, ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ, സഹോദരങ്ങളെ ഒക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും അതുപോലെ മറ്റുള്ളവർ നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുധരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന സ്തുതി യേശുവേ, ആരാധന സ്തുതി യേശുവേ, ആരാധന സ്തുതി യേശുവേ, ആരാധന സ്തുതി യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.